മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 സ്പിൽവേ ഷട്ടറുകളും തുറന്നു. 8000 ഘനയടിയോളം വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയാണ്. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയൻ കൂട്ടാറിൽ നിന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, എന്താണ് അവിടുത്തെ സാഹചര്യം? മഴ നിന്നെങ്കിലും നീരൊഴുക്ക് അതിശക്തമാണല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. 15000 ഘനയടിയോളം വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് ഒരു സെക്കൻഡിൽ ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 8000 ഘനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. 137.70 അടി എന്ന റൂൾ കർവ് പരിധി പാലിക്കാൻ വേണ്ടിയാണ് ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി തമിഴ്നാട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിൽ 138.50 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ തുറന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. 12000 ഘനയടി വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കാനുള്ള സാധ്യതയുണ്ട്. വൈകിട്ട് മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പെരിയാറിലെ ജലനിരപ്പ് ഉയരും, വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. മഞ്ചുമല, ആറ്റോരം, വള്ളക്കടവ്, കടശിക്കടവ് ഈ ഭാഗങ്ങളിലൊക്കെ ഈ മുല്ലപ്പെരിയാർ വെള്ളം വരുന്ന സമയങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറുന്നതാണ്. അത്തരം ജാഗ്രത ആ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം. ഏകദേശം 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നലെ മഴ പെയ്തതിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് ഇവിടെയുള്ള വീടുകൾ കൂടി ഒന്ന് കാണിച്ച് മനസ്സിലാക്കി തരാം. ഇന്നലെ പൂർണ്ണമായി മുങ്ങിയിരുന്ന വീടാണ്. അതിന്റെ വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ആ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് മാറ്റി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. വലിയ തരത്തിലുള്ള ഭയാനകമായ രീതിയിലായിരുന്നു ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയതെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ചേട്ടാ, ഒത്തിരി വലിയ അളവിലേക്ക് വെള്ളം എത്തിയിരുന്നു? വലിയ അളവിലെത്തി. വീട് മുങ്ങാവുന്ന രീതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി തന്നെ മഴയായിരുന്നു. ഒരു 12ഓടുകൂടി ഭയങ്കര അതിഭീകരമായ രീതിയിലുള്ള മഴയായിട്ട് മാറുകയും 3 മണിക്കൂറോളം നിന്ന് പെയ്തിട്ടുണ്ട്. അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ആളുകളെ മാറ്റിയിരുന്നു. അതിനാൽ വലിയ അപകടമുണ്ട്. എല്ലാ വീടുകളിലും വെള്ളം കയറുകയും മുഴുവൻ സാധനങ്ങളും നാശമാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്, മുഴുവൻ സാധനങ്ങളും നാശമായി പോകുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് കണ്ടോ, ഈ വീടിനകത്തെ ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തുണികളുണ്ട്, ബെഡുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, കസേരയുണ്ട്, എല്ലാം നശിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് വെള്ളം കയറിയിരുന്നു. അതെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇനിയും വൃത്തിയാക്കിയതിന് ശേഷം, കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രമേ അവർക്ക് അകത്തേക്ക് കയറ്റാൻ കഴിയുകയുള്ളൂ. അതുപോലത്തെ അവസ്ഥയാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഈ അവസ്ഥ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിലവിൽ അതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. വിജയകുമാർ. രാഹുൽ വിജയനാണ് കൂട്ടാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഹൈറേഞ്ചിൽ ഇന്നലെ സംഭവിച്ചത് ഏതാണ്ട് 2-3 ആഴ്ച പെയ്യേണ്ട മഴ 3-4 മണിക്കൂർ കൊണ്ട് ചില പ്രദേശങ്ങളിൽ അങ്ങ് പെയ്യുകയായിരുന്നു. അതിന്റെ ഫലമാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. അവിടെ വീണ്ടും മഴ മുന്നറിയിപ്പുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.